മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡി ബാബു പോൾ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാബു പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. 1941 എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിലാണ് ഡാനിയൽ ബാബു പോൾ ജനിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 7ാം റാങ്കോടെ പാസായ അദ്ദേഹം 1964 സബ് കളക്ടറായി ജോലിയിൽ പ്രവേശിച്ചു. പാലക്കാട് കളക്ടറായി പ്രവർത്തിച്ച ശേഷം 1971 ഇടുക്കിയുടെ ആദ്യ കളക്ടറുമായി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീടങ്ങോട്ട് വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിയായും പ്രിൻസിപ്പൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കേരള സർവകലാശാല വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1998-2000 കാലഘട്ടത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനായിരുന്നു. ഭരണരംഗത്ത് മികച്ചു നിൽക്കുമ്പോഴും അദ്ദേഹം മികച്ച എഴുത്തുകാരനായും പ്രഭാഷകനായും അറിയപ്പെട്ടു. 19ാം വയസ്സിൽ ഒരു യാത്രയുടെ ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചാണ് സാഹിത്യമേഖലയിലേക്ക് കടന്നത്. മലയാളത്തിലെ ആദ്യ ബൈബിൾ ഡിക്ഷണറിയായ വേദശബ്ദരത്നാകരം 7 വർഷമെടുത്താണ് ബാബു പോൾ തയ്യാറാക്കിയത്. 2000 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്ത് ഡമസ്കസ് സെന്റ് എഫ്രൈം യൂണിവേഴ്സിറ്റി ബാബു പോളിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. കിഫ്ബി ഭരണസമിതി അംഗമായിരുന്ന അദ്ദേഹം നവകേരള നിർമ്മാണ പ്രവർത്തികളുടെ ഉപദേശകനുമായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.